ഈ നയീനിലെ വിധവയുടെ മോനെ ഉയർത്തെങ്കിലും പുള്ളി ഈ പെട്ടിക്കകത്ത് തന്നെ അങ്ങ് ഇരിക്കുക. കാരണം ഇത്ര സുഖം പുള്ളി ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ശ്രദ്ധിച്ചേ, അടിച്ച സ്പ്രേയുടെ ബാക്കി കുപ്പിക്കകത്ത് വെച്ചേക്കുക. വീട്ടിൽ വെച്ച് ഇവൻ ജീവിച്ചിരുന്നപ്പോൾ ചോദിച്ചു, അമ്മ ഇച്ചിരി സ്പ്രേ അടിക്കാൻ, അത് കല്യാണത്തിന് പോകുമ്പോൾ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ പറഞ്ഞു, ഇന്ന് സഭായോഗവും സൺഡേ സ്കൂളും വൈപ്പിയുടെ പ്രോഗ്രാമാണ്, ഞങ്ങൾക്ക് ഒരിച്ചിരി അന്നേരം പറഞ്ഞു, ഇന്ന് അടിക്കണ്ട, നീ അത് ഇന്ന പ്രോഗ്രാം ബർത്ത്ഡേക്ക് പോകുമ്പോൾ അടിച്ചാൽ മതി. പക്ഷെ ഇവൻ നോക്കിയപ്പോൾ അടിച്ചതിൻ്റെ ബാക്കി കുപ്പിയിരിക്കുന്നു, അടിക്കാനുള്ള പൊട്ടിക്കാത്ത കുപ്പിയിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ മുറ്റത്ത് പോലും റോസപ്പ് കണ്ടില്ല, പെട്ടി നിറച്ച് റോസപ്പ്. അവൻ കിടക്കുന്ന തുണി 7 വർഷം പഴക്കമുള്ള തുണിയാണ്, ഇത് പുതിയ തുണിയെ കിടക്കുന്നു. മണ്ടയ്ക്ക് നല്ല പുത്തൻ തുണി പുതപ്പിച്ചേക്കുന്നു. പിന്നെ നാട്ടുകാർ ചുമ്മിക്കൊണ്ട് നിൽക്കുന്നു, ഫ്രണ്ടിൽ കൊയറ് പുറകിൽ കൊയറ്, പാട്ട് പാടിക്കൊണ്ട് നിൽക്കുന്നു. ഇവൻ വിചാരിച്ചു ഇത്രയും സുഖം ആ പെട്ടിയിലേക്ക് കിടപ്പെങ്കിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. ഹലോ എടാ, ജീവൻ പ്രാപിച്ച് നീ പിന്നെ പെട്ടിക്കകത്തിരിക്കല് പൂ കണ്ടോണ്ട്, അടിച്ചതിന്റെ ബാക്കി സ്പ്രേ കണ്ടോണ്ട്, ഇട്ടന്റെ ബാക്കി പൗഡർ കണ്ടോണ്ട് നീ അതിനകത്തൊന്നും ഇരിക്കല്ലേ. നീ ഇന്നലെ അവിടെ പുറത്തു വരണം. പുറത്തു വന്നിട്ട് യേശുവിന്റെ കൂടെ കൂടി ആരാധിച്ചോണം. ആരാധിച്ചാൽ വിടുതല. ചത്തവന്റെ ആരാധനയല്ല, ജീവിച്ചിരിക്കുന്നവനെ, ജീവനുള്ള ദൈവമക്കൾ ആരാധിക്കുന്ന ആരാധന. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ നന്നായി ദൈവത്തെ ആരാധിച്ചേ. ഇത് ആരാധനയുടെ പകല്.